29 ഇഫ്താറിനായി മസ്ജിദ് നബവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ ഒന്നിച്ച് നോമ്പ് തുറക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് മസ്ജിദ് നബവിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് മിസ്റ്റർ ഷാഹുൽ ഹമീദ്, പെരിങ്കടി, ഉപ്പള പെരിങ്കടിയാണ്. എത്ര വർഷമായി ഷാഹുൽ ഭായി നിങ്ങൾ മദീനയിൽ? 30 വർഷമായി. ഇത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സക്കീർ പെരിങ്കടി. ഞാൻ ഏകദേശം 23 വർഷക്കാലം മദീനയിലുണ്ടായിരുന്നു. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ഷാഹുൽ ഭായിയും സക്കീർ ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നത്. എങ്ങനെ മദീന? 30 വർഷം മദീന, സൗദിയിൽ മൊത്തം 30 വർഷം മദീനയിൽ തന്നെ. നല്ല മഴക്കാറുണ്ട്. മഴയ്ക്ക് മുമ്പ് മസ്ജിദിനകത്ത് എത്തണം എന്ന ആഗ്രഹത്തിൽ നടന്നു നീങ്ങുകയാണ്. ഇന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് 29ആണ്. പക്ഷേ എനിക്ക് 28 നോമ്പേ ആയിട്ടുള്ളൂ. 8ഓളം നോമ്പുകൾ നാട്ടിൽ പിടിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ ഈ വലതുവശത്ത് കാണുന്നത് ജന്നത്തുൽ ബക്കിയാണ്. അതിൻ്റെ പുറംഭാഗത്തുള്ള കടകളാണ്. വിശാലമായ ജന്നത്തുൽ ബക്കി. മഹാനായ പ്രവാചക തിരുമേനിയുടെ കുടുംബാംഗങ്ങളും 10,000-ഓളം സഹാബികളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 10,000-ഓളം സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നു ഈ ജന്നത്തുൽ ബക്കിക്കകത്താണ്. മിസ്റ്റർ സക്കീർ, ഇഫ്താർ അങ്ങനെ ദിവസവും ഹറമിൽ തന്നെയാണോ? മാഷാ അല്ലാഹ്, വളരെ വിപുലമായ ഇഫ്താറാണ് ഇവിടെ മദീന മസ്ജിദ് നബിയിൽ ഒരുക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ ചേർന്ന എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ നോമ്പുകാരനും ഇവിടെ വന്ന് നോമ്പ്. താങ്കൾ അധികവും ഹറമിൽ തന്നെയാണോ ഇഫ്താർ നിർവഹിക്കാറ്? ഈ റമദാൻ മാസത്തിൽ മിക്ക ദിവസങ്ങളിലും ഹറമിൽ തന്നെയായിരുന്നു. മഗ്രിബ് നിസ്കാരം മുതൽ തറാവി വരെ ഹറമിൽ ഇരുന്നു കൊണ്ട്, അതായത് അസറിന് ശേഷം ഇവിടെ വന്നാൽ പിന്നെ തറാവി കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഇൻഷാ അല്ലാഹ് അങ്ങനെയായിരുന്നു ഇതുവരെ. മഴ വരുമോ? അങ്ങനെ ഫ്രണ്ടിൽ കാണുന്ന പച്ചക്കുബ്ബ, അതിൻ്റെ തൊട്ടു താഴെയാണ് ലോകാനുഗ്രഹിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സന്തത സഹചാരികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും അന്ത്യവിശ്രമം കൊള്ളുന്നു. ഏകദേശം 7 ലക്ഷത്തോളം പേർക്ക് ഒന്നിച്ച് നമസ്കരിക്കാൻ പാകത്തിൽ വിശാലമായ മസ്ജിദുൽ നബവി. ഇഫ്താറിന് പള്ളിയുടെ നാനാഭാഗത്തും ചുറ്റുഭാഗത്തും പുറത്തും ഇഫ്താറിന് സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. ഇതാണ് മസ്ജിദുൽ നബവി. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ജന്നത്തുൽ ബഖി, ബഖിയുടെ കവാടം. മസ്ജിദുൽ നബവിയുടെ അകത്തളം. മസ്ജിദുൽ നബവിയുടെ മുകൾ ഭാഗത്തുള്ള ഇത്തികാഫ് ഏരിയയാണ്. താഴെ സീറ്റുകളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മുകൾ ഭാഗത്തേക്ക് എത്തിയത്. മസ്ജിദുൽ നബവിയുടെ മുകൾ ഭാഗം പണിതിട്ടില്ല. പക്ഷേ താഴെ കൊള്ളായാൽ മുകളിൽ നമസ്കരിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞ് പുറത്തിറങ്ങുന്ന ഡോറാണത്. ഈ പച്ചക്കുപ്പൊക്കെ താഴെയാണ് പുണ്യപ്രവാചകനും അവിടുത്തെ സന്തത സഹചാരികളും അന്ത്യവിശ്രമം കൊള്ളുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്നത് ബാബു ജിബ്രീൽ അലൈഹിസ്സലാം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സന്തത സഹചാരികളും അന്ത്യവിശ്രമം കൊള്ളുന്ന പച്ചക്കുമ്പൊക്കെ താഴെയുള്ള ആ ഡോറിൽ കൂടിയാണ് വിശ്വാസികൾ സലാം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്നത് ബാബു ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പേരുള്ള ഗേറ്റ്. പ്രവാചക തിരുമേനിക്ക് വഹയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരാറുണ്ടായിരുന്ന വഴി. തൊട്ടിപ്പുറത്ത് ബാബു നിസാ, സ്ത്രീകൾക്ക് മസ്ജിദിനകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി. ലോകാനുഗ്രഹി ഇവിടെ പറഞ്ഞിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും
അവിടുത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമെന്നോണം ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്നും വിശ്വാസികൾ അവിടത്തേക്ക് സലാം പറയാൻ വേണ്ടി ഇവിടെ എത്തിച്ചു. മസ്ജിദ് നബവിയുടെ ഏറ്റവും മുൻപിലാണ്, ഇടതുവശത്ത് മാറിയിട്ടാണ് അവിടുത്തെ അന്ത്യവിശ്രമ സ്ഥാനം. ഏകദേശം 80ഓളം വിശാലമായ കവാടങ്ങളാണ് മസ്ജിദുൽ നബവിക്കുള്ളത്. തൊട്ടകലയായി ജന്നത്തുൽ ബഖീ അൽ ഖർഖത്ത്. നാളെ റമദാൻ 30 പൂർത്തിയാക്കി മറ്റന്നാൾ വെള്ളിയാഴ്ച ഗൾഫ് രാഷ്ട്രങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കും. മസ്ജിദുൽ നബവിയിൽ നിന്നും സൈനുദ്ദീൻ ആരിഫ്. ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ടല്ലോ, ഇത് മസ്ജിദുൽ ഗമാമയാണ്, അഥവാ മസ്ജിദുൽ ഇസ്തിസ്ഖാ എന്നും പറയപ്പെടുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പള്ളിയാണ്. ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ മദീനയിൽ ഭയങ്കര വരൾച്ചയായിരുന്നു. ഇവിടെ ഖുതുബ നിർവഹിക്കുന്ന പ്രവാചക തിരുമേനിയുടെ അടുക്കലേക്കൊരു അറാബി വന്നിട്ട് പറഞ്ഞു, വരൾച്ചയാണ് നബിയെ, വെള്ളമില്ല, കൃഷിയൊക്കെ നശിച്ചു, അങ്ങ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. പ്രവാചക തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഴ പെയ്തു. പിന്നീട് തൊട്ടടുത്ത ആഴ്ച വേറൊരു അറാബി വന്നിട്ട് പറഞ്ഞു, മഴ കാരണം വെള്ളപ്പൊക്കമാണ് നബിയെ, മഴ നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അങ്ങനെ മഴ നിർത്താൻ വേണ്ടി, മഴ വേറെ ദൂരദിക്കുകളിലേക്ക് പോകാൻ വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുകയും തൽഫലമായി മഴ നിൽക്കുകയും ചെയ്തു. അതാണ് മസ്ജിദുൽ ഗമാമയുടെ ചരിത്രം.